എന്തൊക്കെയുണ്ട് വിശേഷം? എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു. ഞാനിവിടെ അടിപൊളിയായിട്ടിരിക്കുന്നു. അപ്പോൾ നമ്മളുടെ ഇന്നത്തെ വീഡിയോ വന്നിട്ട് പ്രത്യേകിച്ച് അങ്ങനെ ഭയങ്കര വലിയൊരു കണ്ടന്റ് ഉള്ള വീഡിയോ ഒന്നല്ല കേട്ടോ. നമുക്ക് കുറച്ച് നേരം നമ്മളുടെ ഒരു ഫ്രണ്ടിൻ്റെ അടുത്തൊക്കെ സംസാരിക്കുന്ന പോലെ കുറച്ച് നേരം നമുക്ക് കുറച്ച് ടോപ്പിക്സിനെ കുറിച്ചിട്ട് സംസാരിക്കാം കേട്ടോ. നമ്മളുടെ ലൈഫിൽ നമ്മൾ അൾട്ടിമേറ്റ് ആയിട്ട് ആഗ്രഹിക്കുന്ന കാര്യം എന്താ? എപ്പോഴും ഹാപ്പി ആയിട്ട് നമുക്കൊരു മെൻ്റൽ പീസോട് കൂടി ജീവിക്കാം. അതല്ലേ നമ്മളുടെയൊക്കെ ലക്ഷ്യം. നമ്മളിപ്പോൾ എല്ലാ ദിവസവും വർക്ക് ചെയ്യുന്നുണ്ട്, നമ്മൾ അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ നമ്മൾ ലൈഫിന് വേണ്ടിയിട്ട് നമ്മൾ എന്തെങ്കിലും കോൺട്രിബ്യൂട്ട് ചെയ്യുന്നുണ്ട്. പക്ഷെ അൾട്ടിമേറ്റ് നമ്മളുടെ സന്തോഷം എന്താ? നമുക്ക് എന്താ ആഗ്രഹം? നമുക്ക് സന്തോഷമായിട്ടിരിക്കണം, നമുക്ക് കുറച്ചും കൂടെ മെൻ്റൽ പീസ് ഉണ്ടാവണം. അതല്ലേ നമ്മളുടെ എല്ലാവരുടെയും ആഗ്രഹം. അപ്പം നമ്മളുടെ മെൻ്റൽ പീസ് നമുക്ക് മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകാനായിട്ട് നമ്മൾ കുറച്ച് കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ മതി കേട്ടോ. അപ്പോൾ ഫസ്റ്റ് ഓഫ് ഓൾ നമ്മൾ മറ്റുള്ളവരുടെ കാര്യത്തിൽ ആവശ്യമില്ലാതെ ഇടപെടാനായിട്ട് നിൽക്കാതിരിക്കുക. അതായത് ഇപ്പോൾ നമ്മൾക്ക് ആവശ്യമുണ്ടെങ്കിൽ ആവശ്യമില്ലെങ്കിൽ നമ്മൾ മറ്റുള്ളവരുടെ കാര്യത്തിൽ പോയി ഇങ്ങനെ അഭിപ്രായം പറയുന്ന ഒരു സ്വഭാവം ഉണ്ടായിരിക്കും. ആ സ്വഭാവം അങ്ങ് മാറ്റി വയ്ക്കുക. നമ്മളുടെ അടുത്ത് അവർ അഭിപ്രായം ചോദിക്കുകയാണെന്നുണ്ടെങ്കിൽ മാത്രം നമ്മൾ പറയുക, അല്ലാത്ത സിറ്റുവേഷൻസിൽ മിണ്ടായിരിക്കുക. അത് നമ്മളൊന്ന് ശ്രദ്ധിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് മെൻ്റൽ പീസ് ഉണ്ടാക്കാനായിട്ട് അത് ഒരുപാട് ഹെൽപ്പ് ചെയ്യും കേട്ടോ. അതുപോലെ തന്നെയുള്ള ഒരു കാര്യമാണ് നമ്മളുടെ ലൈഫിലും ഒരു ബൗണ്ടറി വെക്കുക എന്നുള്ളത് കേട്ടോ. അതായത് നമ്മളുടെ എല്ലാ കാര്യങ്ങളും എല്ലാവരെയും അറിയിക്കാതെ നമ്മൾ കുറച്ച് കാര്യങ്ങൾ നമ്മളുടെ പ്രൈവറ്റ് ആയിട്ട് അല്ലാന്നുണ്ടെങ്കിൽ നമ്മളുടെ മനസ്സിൽ മാത്രം വെക്കാനായിട്ട് ശ്രദ്ധിക്കുക. അതായത് എല്ലാ കാര്യങ്ങളും നമ്മൾ മറ്റുള്ളവരുടെ അടുത്ത് പറയുമ്പോഴത്തേക്കിനും അത് കുറച്ച് ഇഷ്യൂസ് ഉണ്ടാക്കാനായിട്ട് ചാൻസ് ഉണ്ട്. നമുക്ക് ഇപ്പം അങ്ങനെ തോന്നിയില്ല എന്നുണ്ടെങ്കിലും നമ്മളുടെ ലൈഫ് നമ്മളുടെ മൂവിങ് ഫോർവേഡ് നമുക്കത് നമ്മളുടെ ലൈഫിൽ കുറച്ച് ഇഷ്യൂസ് ഉണ്ടാകുന്നതായിട്ട് നമുക്ക് എക്സ്പീരിയൻസ് ചെയ്യാനായിട്ട് പറ്റും. അപ്പോൾ അതുകൊണ്ട് ഒരു ബൗണ്ടറി വെക്കുക. നമ്മൾ പറയേണ്ട കാര്യങ്ങൾ മാത്രം മറ്റുള്ളവരായിട്ട് ഷെയർ ചെയ്യുക, അല്ലാത്ത കാര്യങ്ങൾ നമ്മൾ പ്രൈവറ്റ് ആയിട്ട് തന്നെ വെക്കുക കേട്ടോ. നെക്സ്റ്റ് ഒരു കാര്യം എന്ന് പറയുന്നത്, നമുക്കിപ്പോൾ എന്തെങ്കിലും ഒരു സഹായം വേണമെന്നുണ്ടെങ്കിൽ നമ്മൾ മറ്റുള്ളവരോട് അത് തുറന്നു പറയുക എന്നുള്ളതാണ്. അതായത് സഹായം കൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ ചിലപ്പോൾ നമ്മളെ കേൾക്കാൻ വേണ്ടിയിട്ടുള്ള ഒരാളായിരിക്കും, അതല്ലാന്നുണ്ടെങ്കിൽ നമുക്കിപ്പോൾ ഒരു തെറാപ്പി ആയിരിക്കും, അതല്ലാതെ നമുക്കൊരു ഡോക്ടറെ കൺസൾട്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ അതായിരിക്കും. അതായത് ഇപ്പോൾ നമുക്കൊരു ബ്രേക്ക് വേണം, അല്ലെങ്കിൽ ഒരു സൈക്കോളജിസ്റ്റിനെ കാണണം, നമുക്ക് ഇന്ന ഇഷ്യൂസ് ഉണ്ടെന്ന് അവരായിട്ട് ഷെയർ ചെയ്യണം, അങ്ങനെ എന്തെങ്കിലും ആയിരിക്കും. അപ്പോൾ നമുക്ക് അങ്ങനെ എന്തെങ്കിലും ഒരു സഹായം വേണമെന്നുണ്ടെങ്കിൽ നമ്മൾ അത് മടിച്ചു നിൽക്കാതെ നമ്മൾ മറ്റുള്ളവരോട് ഷെയർ ചെയ്യുക എന്നുള്ളതാണ്. എല്ലാ സങ്കടവും നമ്മൾ നമ്മുടെ മനസ്സിൽ തന്നെ വെക്കുമ്പോഴത്തേക്കിനും ഉള്ള പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒന്നാമത്തെ കാര്യം നമുക്ക് മറ്റുള്ളവർക്ക് അത് അറിയാൻ പറ്റത്തില്ല. നമുക്ക് അവരറിഞ്ഞാലല്ലേ നമുക്ക് അവർക്ക് ഏതെങ്കിലും രീതിയിൽ നമ്മളെ ഹെൽപ്പ് ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ തന്നെ ചെയ്യാൻ പറ്റുള്ളൂ. അതല്ലാന്നുണ്ടെങ്കിൽ അവരറിയാൻ പോകുന്നില്ല. ഇപ്പോൾ ചിലപ്പോൾ നമ്മൾ സങ്കടമായിട്ടിരിക്കുമ്പോഴത്തേക്കിനും നമുക്ക് ഒരു വഴികളും നമ്മുടെ മനസ്സിൽ തെളിഞ്ഞു വരില്ലായിരിക്കും. പക്ഷെ നമ്മൾ മറ്റുള്ളവരോട് ഷെയർ ചെയ്യാണ് അല്ലെങ്കിൽ ഒരു ഹെൽപ്പിന് വേണ്ടിയിട്ട് നമ്മൾ ചോദിക്കുകയാണെന്നുണ്ടെങ്കിൽ അവർ ചിലപ്പോൾ നമ്മൾക്ക് തോന്നാത്ത ഐഡിയാസൊക്കെ ചിലപ്പോൾ നമുക്ക് അവർ പറഞ്ഞു തരുമായിരിക്കും. അപ്പം അങ്ങനെ നമുക്ക് എന്തെങ്കിലും ഒരു സഹായം വേണം എന്ന് തോന്നുന്ന ഒരു ഘട്ടമാണെന്നുണ്ടെങ്കിൽ മറ്റുള്ളവരോട് സംസാരിക്കുക. അതിലിപ്പോൾ അങ്ങനെ നാണം വിചാരിക്കേണ്ട കാര്യമൊന്നുമില്ല. അതപ്പോൾ നമ്മുടെ ബെസ്റ്റ് ഫ്രണ്ടിനോടായിരിക്കാം, അതല്ലാന്നുണ്ടെങ്കിൽ നമ്മുടെ വീട്ടിൽ ആരെങ്കിലോടായിരിക്കാം, അല്ലെങ്കിൽ നമുക്ക് അത്രയും ക്ലോസ് ആണ് തോന്നുന്ന ആരെങ്കിലോടും കുറച്ച് നേരം നമ്മളൊന്ന് സംസാരിക്കുക. നമ്മൾ അവരുടെ അടുത്ത് സഹായം ചോദിക്കുക. എനിക്ക് ഇങ്ങനെ ഒരു പ്രശ്നമുണ്ട്, ഞാൻ ഇങ്ങനെ ഒരു പ്രശ്നത്തിലൂടെയാണ് കടന്നു പോകുന്നത്. അപ്പോൾ നമ്മൾക്കൊരു മെൻ്റൽ പീസ് ഉണ്ടാക്കാനായിട്ട് അത് ഒരുപാട് സഹായിക്കും. നമ്മളുടെ മൈൻഡിലുള്ള ആ ഒരു ബേർഡൻ ഇറക്കി വെച്ചിട്ട് നമുക്കൊരു മെൻ്റൽ പീസ് ഉണ്ടാവാനായിട്ട് അത് ഒരുപാട് ഹെൽപ്ഫുൾ ആയിരിക്കും. അതുപോലെ തന്നെ ഒരു കാര്യമാണ്, അതായത് ഇപ്പം നമുക്കൊന്നും ചെയ്യാനായിട്ട് തോന്നുന്നില്ല, അല്ല ഇപ്പോൾ ജോലിയിലായിരിക്കാം, അതല്ലാന്നുണ്ടെങ്കിൽ നമ്മുടെ പേഴ്സണൽ ലൈഫിലായിരിക്കാം. നമുക്കിപ്പോൾ ഇനി മുന്നോട്ട് എന്ത് എന്നറിയാത്ത ഒരു സിറ്റുവേഷൻ നമ്മുടെ ലൈഫിൽ എപ്പോഴെങ്കിലും വരാണെന്നുണ്ടെങ്കിൽ ചെറിയൊരു ബ്രേക്ക് എടുക്കുക. ആ ബ്രേക്കിന് ശേഷം നമ്മൾ തിരിച്ചു വരിക. നമ്മൾ ബ്രേക്ക് എടുത്ത് എന്നേക്കുമായി ബ്രേക്ക് എടുത്ത് അവിടെ ഇരിക്കുക എന്നല്ല കേട്ടോ ഞാൻ ഉദ്ദേശിക്കുന്നത്. നമ്മളൊരു ബ്രേക്ക് എടുക്കുക, നമ്മൾ കുറച്ച് ബ്രീത്തിങ് ടൈം നമ്മൾ കൊടുക്കുക, നമ്മളെ തന്നെ ഒന്ന് ഹീൽ ചെയ്യാനായിട്ടൊരു ടൈം കൊടുക്കുക. അതിനുശേഷം നമ്മൾ തിരിച്ചു വരിക. അതാണ് നമുക്ക് ഏറ്റവും നന്നായി ചെയ്യാൻ പറ്റുന്ന കാര്യം. ചിലപ്പോൾ നമ്മൾ എടുക്കുന്ന ഡിസിഷനോട് എല്ലാവരും യോജിക്കണം എന്നില്ല, അല്ലെങ്കിൽ നമ്മൾ എടുക്കുന്ന ഡിസിഷന് ഒരുപാട് അഭിപ്രായങ്ങൾ നമുക്ക് കേൾക്കാം. പക്ഷേ എന്നാലും നമ്മളുടെ ഡിസിഷനിൽ സ്റ്റിക്ക് ഓൺ ചെയ്യാനായിട്ട് ട്രൈ ചെയ്യുക. അതൊരു ഇമ്പോർട്ടൻറ്റ് പോയിന്റ് ആട്ടോ, നമ്മളുടെ സ്വന്തമായിട്ടുള്ള ഡിസിഷനിൽ സ്റ്റിക്ക് ഓൺ ചെയ്യുക എന്നുള്ളത്. അതായത് നമ്മൾ മറ്റുള്ളവരുടെ പറയുന്ന ഡിസിഷൻസിൽ ഇൻഫ്ലുവൻസ് ആവുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ചിലപ്പോൾ നമ്മൾക്ക് പ്രതീക്ഷിക്കാത്തൊരു സിറ്റുവേഷൻ വന്നു കഴിഞ്ഞാൽ ഫേസ് ചെയ്യാൻ നമ്മൾ മാത്രമേ ഉണ്ടാവുള്ളൂ. പക്ഷേ അതല്ല, നമ്മളുടെ ഒരു ഡിസിഷനാണ് എന്നുണ്ടെങ്കിൽ നമ്മൾ എല്ലാത്തിനെ കുറിച്ചും നമ്മൾ ആലോചിക്കും. ഇങ്ങനെ വന്നാൽ നമ്മൾ എന്ത് ചെയ്യും എന്നുള്ളത് നമ്മൾ ആലോചിച്ചിട്ടായിരിക്കും അത് ചെയ്യുന്നുണ്ടാവുക. അപ്പോൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് വയ്യ, അല്ലെങ്കിൽ നമുക്ക് ഇന്നൊരു സിറ്റുവേഷൻ നമുക്ക് ഓവർകം ചെയ്യാൻ പറ്റുന്നില്ല എന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒരു ബ്രേക്ക് എടുക്കുക. അതിനുശേഷം നമ്മുടെ ലൈഫ് ഇങ്ങനെ കിടക്കുമല്ലേ, അപ്പോൾ നമുക്ക് സമയമുണ്ടല്ലോ, അപ്പോൾ നമ്മൾ കുറച്ച് നേരം ഒന്ന് ബ്രേക്ക് എടുത്തിട്ട് തിരിച്ചു വരാം കേട്ടോ. അപ്പോൾ ഈ മെൻ്റൽ പീസിനെ കുറിച്ചൊക്കെ വളരെ വ്യക്തമായി സംസാരിക്കാൻ മാത്രം അത്രയും വലിയ ലൈഫ് എക്സ്പീരിയൻസ് ഒന്നുമില്ല എനിക്ക്. പക്ഷേ എൻ്റെ ഇത്രയും നാളത്തെ ലൈഫ് എക്സ്പീരിയൻസ് വെച്ചിട്ട് എനിക്ക് പറയാൻ തോന്നിയ കുറച്ച് കാര്യങ്ങളാണ് കേട്ടോ ഇത് നിങ്ങൾ വലിയ എന്താ പറയുക ഒരു പ്രൊഫഷണൽ അഡ്വൈസ് ആയിട്ടൊന്നും എടുക്കണ്ട. നിങ്ങളുടെ ജസ്റ്റ് ഒരു ഫ്രണ്ട് നിങ്ങൾക്ക് ജസ്റ്റ് ഒരു അഡ്വൈസ് തരുന്ന പോലെയോ അല്ലെങ്കിൽ നിങ്ങളുടെ അടുത്ത് കുറച്ച് നേരം സംസാരിച്ചിരിക്കുന്നത് പോലെയോ അങ്ങനെ മാത്രം നിങ്ങൾ കണക്കാക്കിയാൽ മതി. ഇതെനിക്ക് ഇങ്ങനെ ഒരു വീഡിയോ എടുക്കണമെന്ന് അത്രയും ആഗ്രഹം തോന്നിയോണ്ട് മാത്രം ഞാൻ എടുത്തിട്ടുള്ളൊരു വീഡിയോ ആണ് കേട്ടോ. ബാക്കി ഇതിൻ്റെ ഡീറ്റെയിൽസൊക്കെ ഞാൻ പിന്നീടുള്ള
നാളെ വീഡിയോസിൽ ഞാൻ പറയുന്നതായിരിക്കും. അതുപോലെ തന്നെ എൻ്റെ ഈ വീഡിയോ കണ്ടിട്ട് ആർക്കെങ്കിലും ഒരാൾക്ക് അത് ഹെൽപ്ഫുൾ ആവുകയാണെന്നുണ്ടെങ്കിൽ, ഇപ്പോൾ അവരേതെങ്കിലും ഒരു സ്ട്രഗ്ലിംഗ് ആയിട്ടുള്ള സിറ്റുവേഷൻസിലൂടെയാണ് കടന്നു പോകണമെന്നുണ്ടെങ്കിൽ അവർക്കിത് ഹെൽപ്ഫുൾ ആവട്ടെ എന്ന് കരുതി മാത്രം ഞാൻ എടുത്തിട്ടുള്ള ഒരു വീഡിയോ ആണ് കേട്ടോ. അപ്പോൾ അത്രയേ ഉള്ളൂ. അപ്പോൾ നമ്മളുടെ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്നുണ്ടെങ്കിൽ ജസ്റ്റ് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഹാപ്പി ആയിട്ടിരിക്കാൻ നോക്കുക, നമ്മളുടെ മെൻ്റൽ പീസ് മാത്രം കോൺസെൻട്രേറ്റ് ചെയ്യുക. അപ്പോൾ അത്രയേ ഉള്ളൂ. ബൈ.